കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് എന്റെ കല്യാണം മുടങ്ങിയതിന് സാക്ഷികളായി ഈ നാട്ടുകാര്. കയ്യില് പണമില്ലാത്തതുകൊണ്ട് ചെറുക്കിന് വല വീശി പിടിച്ചെന്നല്ലേ അവര് പറയൂ. ശാരദാമ്മയുടെ 2 മക്കളും അങ്ങനെയാ. നാളെ നീയും ആ വഴിയെ പോവെന്ന് പറഞ്ഞ് ശ്യാമയെ നോക്കി അവര് ചിരിക്കും. താലി കെട്ടി ഭർത്താവിന്റെ വീട്ടിൽ വലതുകാലി വെച്ച് കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. രാജീവ് സാറിന്റെ അമ്മ എന്നെ നിലവിളക്ക് തന്ന് സ്വീകരിക്കും. അപ്പൊ അവിടെ എനിക്ക് ഉയർന്ന ശിരസോടെ ആർക്കു മുന്നിലും തല കുനിക്കാതെ നിൽക്കാം. ഇതിപ്പോ ഭർത്താവ് കെട്ടിയ താലി പോലും മറച്ചു വെച്ച് ഒരു കുറ്റവാളിയെ പോലെ ഒളിവിൽ. അങ്ങനെയൊക്കെ വേണോന്ന് ആരെങ്കിലും പറഞ്ഞോ? രാജീവ് സാർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയല്ലേ. അവിടെ ചെന്ന് വിവരം പറയുമ്പോ മുന്നോട്ടുള്ള കാര്യം അറിയാലോ. വിജയാന്റിയുടെ പ്രതികരണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 1 ഗ്രാം സ്വർണത്തിന് വേണ്ടി മരിക്കും അവര്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ മോളെ, മോക്ക് ശരിക്കും ഇഷ്ടമല്ലായിരുന്നോ രാജീവ് സാറിനെ? അതോ ഹോട്ടലിലെ ജോലിക്കിടെ സമയം കളയാനുള്ള ഒരു കളിപ്പാട്ടമായിട്ടാണോ സാറിനെ കണ്ടിരുന്നത്? കല്യാണത്തിന് മുന്നേ എനിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആള് കൂലി വേലക്കാരനാണെന്നും ജാതിയിൽ കുറഞ്ഞവനാണെന്നും ഒക്കെ പറഞ്ഞ് വീട്ടുകാരത്ത് വകവച്ച് തന്നില്ല. ഭേദപ്പെട്ട കുടുംബത്തിലെ ചന്ദ്രേട്ടൻ. അന്ന് സർക്കാർ ജോലിയുണ്ട്. കള്ളു കുടിച്ചത് തൊലച്ചിട്ട് ഇപ്പോ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് കുടിക്കുന്നു. സന്തോഷത്തോടെ ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. അന്നത്തെ കൂലിവേലക്കാരൻ വേറൊരു കല്യാണവും കഴിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ മോടെ കല്യാണത്തിന് എന്നതുപോലെ അന്ന് എനിക്ക് വേണ്ടി മുൻകൈയെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശാന്തയുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ല. ഇപ്പൊ കുറച്ച് സംഘർഷങ്ങളും കണ്ണീരും ഒക്കെ ഉണ്ടായെന്ന് വരും. അതനുഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ടി വരും. അന്നൊറ്റയ്ക്കേ കാണൂ. പണം എടുത്തു വെച്ചോളൂ. ഞാൻ കമലിനെയോ ദാസിനെയോ അങ്ങോട്ട് വിടാം. ഇന്ന് തന്നെ. അതിന് മാറ്റമൊന്നുമില്ല. അതെ, എന്റെ പുത്രരത്നം എവിടെ പോയതാണാവോ? എന്ത് പറ്റി മാമേ? രാഘവേട്ട, 2 ആഴ്ചയായി പലിശ പിരിവ് മുടങ്ങിക്കിടക്കുക. മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും ബസാറിലും ഒക്കെയുള്ള കച്ചവടക്കാര് പണം എടുത്തു വെച്ച് കാത്തിരിക്കുന്നു. ആള് ചെല്ലാതാവുമ്പോ അവരെന്താ ചെയ്യ? അവരൊക്കെ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാ. അവരാ പണം എടുത്ത് ചെലവാക്കും. തവണകളും മുടങ്ങും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടോ കഴുത്തിന് പിടിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു സഹായം ചെയ്ത സത്യഭാമ പിന്നെ ക്രൂരയായ കൊള്ള പലിശക്കാരിയായി. അവരും പട്ടിണിയായ ഭാര്യമാരും പിള്ളാരും കൂടി എന്നെ അങ്ങ് പ്രാകും. ഇതിൽ കൂടുതൽ സഹായമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ മോന്. വിഷ്ണുട്ടൻ അമ്പലത്തിൽ പോയതാമേ. ചെയ്ത പാപങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയായിരിക്കും. ഏയ്, അവനങ്ങനെ അധികം പാപവും ചെയ്തിട്ടില്ല ഭാമേ. ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദുർഭൂതത്തെ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. അതേതാണാവോ ആ ദുർഭൂതം? വേറെ ആരാ? നീ മകളെ പോലെ ചേർത്ത് പിടിച്ചു നടക്കുന്ന സുസ്മിത തന്നെ. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാ. ഒരു ദുർഭൂതം ഈ വീട്ടിൽ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അത് സുസ്മിതയല്ല, ശാലിനിയാ.
ശാലിനി എന്ത് ചെയ്തു നാമേ? എടീ, എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാ അവൻ ഈ ജോലിയിൽ ഉഴപ്പുന്നത്. ശാലിനി ഈ വീട്ടിലുള്ളപ്പോ അവൻ വെളിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും തന്നെ കല്യാണം കഴിക്കുന്നവരാ. പക്ഷെ ഇതുപോലൊരു ഭ്രാന്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? ഇവിടെ നിർത്തി എന്തിനാ? കുറച്ചുകൂടി ദൂരം പോവായിരുന്നില്ലേ? താജ്മഹലിലേക്കോ ആഗ്രയിലേക്കോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കുളുമന്നാലേക്കൊക്കെ വിടായിരുന്നു. പക്ഷേ ഇയാളുടെ മുഖം ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുമ്പോ ഒരു സുഖമില്ല. നല്ല സുഖമാണല്ലോ കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുമ്പോ. ആണ്. അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഇനി കൈ കെട്ടി വെച്ചിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഇയാളതും ചെയ്യും. രാക്ഷസനാണല്ലോ രാക്ഷസൻ. ഡോ, ഇയാളുടെ കൈ ഞാൻ കെട്ടിവെച്ചത് പറഞ്ഞനുസരിക്കാത്തോണ്ടല്ലേ? എടോ, എന്റെ കൂടെ വന്ന് മര്യാദക്ക് വണ്ടി കയറാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞു? പറഞ്ഞു അനുസരിക്കാത്തവരെ തൂക്കിയെടുത്തോണ്ട് പോകുന്നതാണോ ഇയാളുടെ മര്യാദ? ആ, തനിക്ക് അതല്ലേ അറിയുള്ളൂ. കൊട്ടേഷൻ മണി ചെയ്തല്ലേ ശീലം. അത്തരക്കാരെയാ കൈയമ്മ വെച്ച് അകത്തിടുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഞാൻ കോടതി പറയും. സ്വന്തം ഭാര്യയുടെ കാലിൽ മുള്ളുകൊണ്ട ഹൃദയമുള്ള ഏത് ഭർത്താവിനും വേദനിക്കും. ആ സാഹചര്യത്തിൽ ഒരു സാധാരണ ഭർത്താവ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. That's all your honor. That's all your honor. ഞാനാ ജഡ്ജിയെങ്കിലേ ജീവിതകാലം മുഴുവൻ ഇയാള് പുറം ലോകം കാണില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നടക്കുന്നതും. ഇയാൾ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇയാള് ജഡ്ജി ആവാത്തത് നന്നായി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ജഡ്ജിയെ ഞാൻ സ്വതന്ത്രമാക്കിയിരിക്കും. ഇനി ഇങ്ങോട്ട് ഇറങ്ങാം. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. എടോ, ഇയാള് തനി ഇറങ്ങി നടന്നു പോവാന്നാ വിചാരിക്കുന്നേ? പിന്നല്ലാതെ. എന്റെ മോളെ, തനിക്കിപ്പോ നടക്കാറായിട്ടില്ല. കൊണ്ടത് ഇല്ലിമുള്ളാണ്. കാല് നല്ല വേദനയും കഴപ്പുണ്ടാവും കുറച്ചു നേരം കൂടി. മുള്ളിന്റെ കാര്യം പറഞ്ഞേ കൊറേ നേരം കൂടി എന്നെ കയ്യിലെടുത്ത് നടക്കാന്നുള്ള മോഹം നടക്കില്ല മോനെ. ഈ മോഹേ നടക്കത്തില്ല. ഞാനും കണ്ടിട്ടുണ്ട് കൊറേ മുള്ളൊക്കെ. ശരി, നടന്നു. ഞാൻ പറഞ്ഞില്ലേ വീഴുന്ന്. ഇയാളൊന്നും മിണ്ടായിരുന്നേ. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? ഇവിടെ ഇങ്ങനെ ഒറ്റക്കാലില് തപസ് ചെയ്യുന്നോ അതകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന? ഇയാളുടെ പാട് നോക്കിയപ്പോ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്കിൽ ശരി, ആയിക്കോട്ടെ. അതെ, ഒന്ന് വരണം. എന്താണ് മാഡം? എനിക്ക് അകത്തു പോണം. അതിന് കുന്തം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാ? ഇയാള് എന്റെ തോളിലൊന്ന് താങ്ങിയാ മതി. ഞാൻ നടന്നോളാം. ശരി. വിഴല്ലേ വിഴല്ലേ. ഇയാൾ എന്തായി കാണിക്കുന്നത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇത് താഴെ ഇറക്ക്. ശരി, ഞാൻ അത് വിട്ടു. വീണില്ല. ഇനിയും താഴെ നിർത്താൻ പറഞ്ഞ ഞാൻ ചിലപ്പോ പിടി വിട്ടെന്നിരിക്കും. അത് വേണ? വേണ്ട. എന്നാ നമുക്ക് അകത്തേക്ക് പോവാം. പറഞ്ഞാ ചിലപ്പോ പറഞ്ഞതുപോലെ ചെയ്തെന്നിരിക്കും. അതാണല്ലോ സ്വഭാവം. റൗഡി. ഞൊണ്ടി. ശാലിനി തോളി വലിഞ്ഞു കയറിയതിനു ശേഷം വിഷ്ണുവിന് തീരെ ഉത്തരവാദിത്വം ഇല്ലാതായത്. ഏയ്, അങ്ങനൊന്നും ഇല്ല ഭാമേ. കയ്യും തുമ്പ
ദേ നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണോന്ന്. എന്താണ് ഈ കാണിക്കുന്നത്? ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട്. നീ അല്ലാതെ വേറെ ആരും ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ലേ? അല്ല അതല്ലമ്മ, താഴെ നിർത്തടാ അവളെ. അതമ്മ താഴെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാ. എന്താ നിർത്താൻ പറ്റില്ലെന്നോ? ഞാൻ പറഞ്ഞ കേൾക്കില്ലേ നീ? അതല്ലമ്മ, താഴെ നിർത്തിയ ശാലിനി വീണു പോവും, അതാ. താഴെ നിർത്തിയ വീണു പോകാൻ ഇവളെന്താ ബൊമ്മക്കുട്ടിയാ? അതുകൊണ്ടല്ല, ശാലിനിയുടെ കാലിലെ മുള്ളു കുത്തി, അതുകൊണ്ടാ ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത്. അവളുടെ കാലിൽ ഒരു കുഞ്ഞു മുള്ളു കൊണ്ടതിനാണോ നീ വിഡ്ഢിവേഷം കെട്ടുന്നത്? അവൾ എന്താടാ കുപ്പിപ്പാൽ കുടിക്കുന്ന കുട്ടിയാണോ? അത് കുഞ്ഞുമുള്ളല്ല, ഇല്ലിമുള്ള. ഇല്ലിമുള്ളോ? അപ്പൊ പ്രശ്നമാ. സാധാരണ തൊട്ടാവാടി മുള്ളു പോലൊന്നും അല്ല ഇല്ലിമുള്ളു. കുറെ നേരം വേദനയും കടുകഴപ്പും ഒക്കെ കാണും. കാല് നിലത്ത് കുത്താൻ പറ്റില്ല. ഈ അസുഖത്തിനൊക്കെ വേറെ മുള്ള വേണ്ടത്. ഓ, എന്തെല്ലാം കാണണം. ഞാനിതാ വരുന്നു. ഒരു 5 മിനിറ്റ്. രാഘവേട്ട, ഞാൻ ഇപ്പൊ വരാവേ. പിന്നെ നീ അവളെ കൊണ്ട് റൂമിൽ കിടത്ത്. ശൂർപ്പണകി ഈ സീനി കണ്ടില്ലല്ലോ. വന്നല്ലോ. വിഷ്ണുണ്ട് എന്തായി കാണിക്കുന്നേ? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇവിടെ എന്തിനാ ഇങ്ങനെ കയ്യിലെടുത്തിരിക്കുന്നേന്ന്? ഞങ്ങളെ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയതാ. അപ്പൊ ഫോട്ടോഗ്രാഫർ പറഞ്ഞേ ഇങ്ങനൊരു പോസ് നന്നായിരിക്കും. അപ്പൊ കയ്യിലെടുത്തതാ. പിന്നെ താഴെ വെക്കാൻ മറന്നുപോയി. എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവളെ താഴെ നിർത്താൻ. അയ്യടാ, താഴെ നിർത്താൻ? എന്റെ ഭാര്യ താഴെ നിർത്താൻ പറയാൻ നീ ആരടി? വേണ്ടി വന്നാ ഞാൻ തല കയറ്റി വെക്കും. കയറ്റി വെക്കട്ടാ? വേണ്ട, പോവാം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ടാ ഇവളെ കൊണ്ട്? ബെഡ്റൂമിലേക്ക്. അങ്ങോട്ട് നിക്കവിടെ. എന്നെ തള്ളിയിട്ടല്ലേ? അത്രയ്ക്കായോടി നീ? സുസ്മിതേ, നാ വടക്ക്. ഞാൻ എന്തിനാടി നാ വടക്കുന്നേ? നാണോ ഇല്ലേ നിനക്ക്? ആണുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തോളിക്കയറി നടക്കാൻ. വേറെ ആണുങ്ങളെ ആരെയും ഞാൻ കെട്ടിപ്പിടിച്ചില്ല. ഇതെന്റെ ഭർത്താവാ. ഭർത്താവാണെന്ന് പറഞ്ഞ് ഇക്കണക്കിന് നീ എന്ത് ചെയ്യുമല്ലോടി പരസ്യമായിട്ട്? സുസ്മിതേ, എനിക്ക് കാലേ വയ്യാതുള്ളൂ. കൈക്കൊരു കുഴപ്പമില്ല. വേണ്ടാത്തത് പറഞ്ഞ ചെകിട് പുകയും. അറിയാലോ നിനക്കെന്നെ. അപ്പൊ അങ്ങനെ തന്നെ കാര്യങ്ങള്. സുസ്മിതേ, ആദ്യം നിനക്ക് ഞാൻ തന്നതേ ഒരു ഫ്രീ ഗിഫ്റ്റാ. മേലാൽ എന്റെ വഴി തടയാതിരിക്കാൻ. ഇപ്പൊ തന്നത് എന്റെ ഭാര്യയുടെ മനസ്സറിഞ്ഞുള്ള ഒരു സമ്മാനം. ഇവളെ ഇനി ഒരിക്കലും അധിക്ഷേപിക്കാതിരിക്കാൻ. പോട്ടെ, പോവാം. വാ. എന്റെ എല്ലാം അല്ലേ, ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ മുള്ളു ഞാൻ എടുക്കൂലേ?
വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് വലിയ ഗമയില് വന്നതാ കോളേജ് ഫെസ്റ്റിന്. മാലാഖയായിട്ട് വേഷം കെട്ടാൻ സ്റ്റേജിലേക്ക് കയറാൻ പോകുമ്പോ ചെളിയിൽ ചവിട്ടി നടുവും തല്ലി ഒരൊറ്റ വീഴ്ച. എഴുന്നേറ്റ് വന്നപ്പോ മാലാഖയല്ല, ശരിക്കും ഭൂതനെ പോലെ ആയിരുന്നേ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാലേ. ആരടി ഫോണില്? ഞാനിപ്പോ വിളിക്കാമേ. എന്താമേ? നിന്നോടാ ചോദിച്ചത്, ആരോടാ സംസാരിച്ചോണ്ടിരുന്നേന്ന്. എന്റെ ക്ലാസ്മേറ്റാ സുനിത. ആ, സുനിതയാണോ സുനീഷാണോ എന്നൊക്കെ ആർക്കറിയാം? എപ്പോ നോക്കിയാലും പെണ്ണ് ഫോണിലാ. എന്റെ അമ്മ, അവള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. എന്നെ വിളിച്ച് നോട്ട്സ് ചോദിച്ചതായിരുന്നു. നോട്ട്സ് കൊടുക്കാൻ നീ ആരടി? അവിടുത്തെ ടീച്ചറോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 മക്കൾ എന്റെ കയ്യിൽ നിന്ന് പോയി. നിന്നെ ഒരുത്തിയെങ്കിലും നേരെ ചൊവ്വ ഒരു ചെറുക്കന്റെ കൈ പിടിച്ച് കൊടുക്കണമെന്നുണ്ട്. പ്രേമൊന്നും മാങ്ങാത്തൊലിന്നൊക്കെ പറഞ്ഞ് വല്ലവന്റെ പിറകെ നടക്കാനാ ഭാവമെങ്കിലേ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ചേടാ, ഇതെന്ത് കൂത്ത്? ശാരദാമ്മയുടെ മക്കളെ കണ്ടു പഠിക്കാനാ നാട്ടിലെ അമ്മമാര് പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. കണ്ടു പഠിച്ചിരുന്നെങ്കി ഇപ്പൊ കേമോ ആയേനെ. ഈ അമ്മയ്ക്ക് ഇതെന്തിന്റെ കേടാ? പോയിരുന്ന 4 ലക്ഷം പഠിക്കാൻ നോക്കണേ. വല്ലാത്ത പാട് തന്നെ. ബാക്കിയുള്ളവർ ഇത്രയും കാലം അടുക്കളയിൽ കിടന്ന് കരിയും പുകയും പിടിച്ചെന്ന് തീ ഊതിയതും ഒക്കെ വെറുതെ. ശാരദയുടെ ജീവിതത്തിന്റെ കണക്കെടുക്കുമ്പോ നാട്ടുകാരുടെ എച്ചിലെടുത്തതും ചായ ഗ്ലാസ് കഴുകിയതും ഒക്കെ ബാക്കിയുണ്ടാവും. മാപ്പാക്കണമേ. അമ്മ, എനിക്ക് മാപ്പ് തരണം. മോളെ, അമ്മ, ഞാൻ പെട്ടുപോയതാ അമ്മ. ആ സാഹചര്യത്തിൽ എനിക്ക് അതേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലാതെ രാജീവ് സാറുകളുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു നിർബന്ധിച്ചപ്പോ അമ്മയുടെ ശാരിക മോള് വഴി പിടിച്ചിട്ടില്ല. അമ്മയുടെ വാക്ക് തെറ്റിച്ച് നടന്നിട്ടുമില്ല. അമ്മ അറിയാത്ത ഒരു രഹസ്യം ഈ ശാരികയുടെ ജീവിതത്തിലില്ല. അറിയാതെ പറ്റിപ്പോയതാ. മാപ്പ് തരണോ അമ്മ? മോളെ, അതിന് നിന്നോട് ഞാൻ പിണങ്ങിയാലല്ലേ മോളെ? ചെറിയൊരു നീരസം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ? നീ അത് വിട്ടുകള. അമ്മ,